ജാസി ഒരു നാണത്തോടു കൂടിയിട്ടാണ് കയറി വന്നത്. എന്ത് പറ്റി? പൊതുവെ ഇങ്ങനെയാണ് പൊതുവെ ഒരു അല്പം ഒരു നാണം കുണിക്കുകയാണല്ലേ? ഇപ്പം മാറി വരുന്നുണ്ട് കുറച്ചൊക്കെ. ആരെയും നാണം മാറ്റിയത്? പ്രായം മാറ്റി. പ്രായം, അനുഭവം, സാഹചര്യങ്ങൾ. ഇൻട്രോവേർട്ടായിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ? പക്ഷെ എന്നാലും കയ്യിലിരിപ്പിൽ ഒരു കുറവുണ്ടായിരുന്നില്ല ആൾക്കാർ പറഞ്ഞു. അത് കോളേജിൽ പോയി തുടങ്ങി. യുവേനോസിലായിരുന്നു പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിയപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടി. അങ്ങനെ കുറച്ചൊക്കെ. അപ്പം മാറിവാനിയസ് വരെ വളരെ ഒതുങ്ങി ജീവിച്ചിരുന്ന ജാസി ഗിഫ്റ്റ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ വളരെ വിശാലമായ ക്യാമ്പസിലേക്ക് എത്തിയപ്പോഴേക്കും സ്വഭാവത്തിൽ ഒരുപാട് രൂപവിലുണ്ടാവും വന്നു അല്ലേ? ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി. കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി പല ഭാഗങ്ങളിൽ നിന്നും. പിന്നെ ആ ക്യാമ്പസിന് അങ്ങനെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണല്ലോ. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് പോകാം. രാവിലെ ഒരു 7 o'clock അവിടെ ഡോർ ഓപ്പൺ ആയിരിക്കും. രാത്രി പോകണമെന്നില്ല. രാത്രി അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. നമുക്ക് അങ്ങനത്തെ ഈ കോമ്പറ്റീഷനൊക്കെ സമയത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വളരെ ഫ്ലെക്സിബിളായ ഒരു ക്യാമ്പസ് ആയിരുന്നു. വളരെ നോക്കട്ടെ ജാസി, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പാട്ട് നല്ലപോലെ പാടാൻ അറിയാവുന്ന ചുരുക്കം ആളുകളിൽ ഒരാളായിരുന്നു ജാസി. അപ്പോൾ ജാസി എപ്പോൾ സ്റ്റേജിൽ പാടാൻ കയറിയാലും ഞങ്ങൾ ജാസിയെ കൊണ്ട് ബഫല്ലോ സോൾജേഴ്സ് എന്ന പാട്ട് പാടിക്കും, ബോബ് മാർലിയുടെ. അപ്പോൾ എനിക്ക് തോന്നുന്നതല്ല, ജാസിയുടെ റിംഗ് ടോണ് ഇപ്പോഴും ബഫല്ലോ സോൾജേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടണം. പിന്നെ രണ്ടാവശ്യങ്ങളുണ്ട്. രണ്ടാമത്തെ ആവശ്യം, മുമ്പ് നമ്മൾ കോളേജിൽ ക്യാൻറ്റീനിൽ നമ്മുടെ ആ നടുക്കുള്ള ക്യാൻറ്റീൻ്റെ അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ബിനു ഐപ്പിക്ക് ജാസി മിഷൻ ഇമ്പോസിബിൾ സിനിമയുടെ കഥ പറഞ്ഞു കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കഥ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയണം. അത് കഥയല്ല, സാബുവാണ് ആദ്യമായിട്ട് എന്നെ ഒരു മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞ ആദ്യ വ്യക്തി സാബുവാണ്. സാബുവിൻ്റെ കെയർ ഓഫിലാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഒരു ആൽബം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ആദ്യമായിട്ട് ഒരു മ്യൂസിക് കമ്പോസിങ് ചെയ്യണമെന്ന് ആദ്യമായിട്ട് എന്നോട് പറയുന്നത് സാബുവാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ആൽബം ചെയ്യുന്നതും. പിന്നെ ആ സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒത്തിരി കലാപ്രവർത്തനങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് പീരീഡായിരുന്നു. നമ്മുടെ സാബു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷോയിൽ വളരെ ഫേമസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സൗത്ത് സോൺ യൂത്ത് ഫെസ്റ്റിവൽ ആ സമയത്തായിരുന്നു ബാലഭാസ്കർ, ഷാൻ ഇവരുടെയൊക്കെ കൺഫ്യൂഷൻ എന്നുള്ള ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ബാൻഡുകളൊന്ന്. അങ്ങനെ ഒരു മൾട്ടിപ്പിളായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുടെ ഒരുപാട് പ്രതിഭകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം സാബു പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് മിഷൻ ഇമ്പോസിബിളിൻ്റെ കഥ, അതെന്തെങ്കിലും തമാശയാണ് അതിനകത്തുള്ളത്? അതെ, അത് മിഷൻ അല്ല, അത് മെഷീൻ ഇമ്പോസിബിൾ. ഒരു മെഷീൻ വാങ്ങിക്കാൻ പറ്റാത്ത തയ്യൽ മെഷീൻ. ആ സമയത്ത് നമ്മൾ ചളു അങ്ങനെ അത് പറ്റാത്തൊരു കുടുംബത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞ് നമ്മുടെ ബിനു ഐപ്പിയോട് പറഞ്ഞിട്ട് അവനത് വിശ്വസിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും നമ്മൾ ചിരിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ഇമ്പോസിബിൾ. തയ്യൽ മെഷീൻ വാങ്ങിക്കാൻ പറ്റാത്തൊരു കുടുംബത്തിൻ്റെ കഥ. അത് അങ്ങനെ ജാസി ഒരു കഥയുണ്ടാക്കി പറഞ്ഞു പെട്ടെന്ന്. കാര്യം ബിനു ഐപ്പി ഇംഗ്ലീഷ് സിനിമ കാണാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ കഥ അവനങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളി ചോദിച്ചു ഇംഗ്ലീഷിലും ഇങ്ങനെയൊക്കെ തീം വരാറുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. അത് സാബ് കുറേ സ്ഥലത്ത് പറയുന്നൊരു സംഭവമായിരുന്നു.